സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. SSCRT പാഠഭാഗങ്ങളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തലയോട്ടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി കീഴ്ത്താടിയല്ലാണ്. കീഴ്ത്താടിയല്ല്. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 ആണ്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206. പിന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര എന്ന് കമൻറ്റ് ചെയ്യുക. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഇല്ല, എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാനായിട്ട് കഴിയുകയില്ല. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവയാണ് മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1721. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപമാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? ആദ്യത്തെ സൈനിക കലാപം തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമാണ്. 1806 നടന്ന തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ: ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കുക. ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, അതുപോലെ നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. മറ്റൊരു പോയിന്റ് കൂടി ഇതിനോടൊപ്പം നോട്ട് ചെയ്യുക, നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് നിർബന്ധിതമാക്കിയത്. അടുത്ത ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മഹൽവാരി ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഹോൾട്ട് മക്കിൻസി ആണ്. അപ്പം 3 നികുതി സമ്പ്രദായങ്ങളും അവ എവിടെയാണ് നടപ്പിലാക്കിയത്, ആരൊക്കെയാണ് നടപ്പിലാക്കിയതെന്നും പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രസ്താവന ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. റൈറ്റ് വാരി സമ്പ്രദായം എവിടെയൊക്കെയാണ്? ദക്ഷിണേന്ത്യ, ഡക്കാൻ. നടപ്പിലാക്കിയത് തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കിൻസി ആണ്. അടുത്ത ചോദ്യം, ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ലാൽ ബാൽ പാൽ. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ.
ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനം. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രമാബായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? രമാബായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് രമാബായി പങ്കെടുത്തത്. 1889 ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആയതുകൊണ്ട്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ട്. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കോറിയോലിസ് പ്രഭാവത്താൽ. ഇനി കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളും കാറ്റും ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിലെ ഇടതുവശത്തേക്കാണ് സഞ്ചരിക്കുന്നത്. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളും കാറ്റും ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് കണ്ടെത്തിയ നിയമം ഏതാണ്? ഫെറൽ നിയമമാണ്. ഫെറൽ നിയമം. ഹിമാലയം, ആൽപ്സ്, ആൻഡീസ് എന്നിവ ഏത് തരം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? മടക്കു പർവ്വതങ്ങളാണ്. മടക്കു പർവ്വതങ്ങൾ. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം. വലനം അഥവാ ഫോൾഡിംഗ്. ഏത് പർവ്വതനിരയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? ഏത് പർവ്വതനിരയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രി. ഹിമാദ്രി അഥവാ മധ്യ ഹിമാലയം. ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിര. ഔട്ടർ ഹിമാലയ സിവാലിക് ആണ്. സിവാലിക്. ദച്ചിങ്കാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ദച്ചിങ്കാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് അനുച്ഛേദമായിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ 51A ആണ്. 51A. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പുതിയ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭാഗം 4A. ഭാഗം 4A. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സരൺ സിംഗ് കമ്മിറ്റി. സർദാർ സരൺ സിംഗ് കമ്മിറ്റി. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് സർഷ്യോററി. സർഷ്യോററി. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റും. കോവാറന്റും. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രോഹിബിഷൻ. പ്രോഹിബിഷൻ. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ പേര് മാൻഡമസ്.
അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിയുടെ മുൻപിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. സാധാരണ നിലയിലുള്ള ഒരാൾക്ക് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? സാധാരണ നിലയിലുള്ള ഒരാൾക്ക് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഗ്ലോക്കോമയുടെ ലക്ഷണമാണ്. ഗ്ലോക്കോമ. സെറിബ്രത്തിലെ ചാരനിറത്തിലുള്ള പുറം ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സെറിബ്രത്തിലെ ചാരനിറത്തിലുള്ള പുറം ഭാഗമാണ് കോർട്ടക്സ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. ബോംഡില ചുരം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. പാട്ടബാക്കി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിരയാണ് അരക്കൻയോമ. അരക്കൻയോമ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിരയാണ് അരക്കൻയോമ. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മിതോഷണ കാലാവസ്ഥ. മിതോഷണ കാലാവസ്ഥ. ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഗ്രാമീണ ജീവിത ദുരിതങ്ങളെ ചിത്രീകരിച്ചത് ആര്? അമൃത ഷെർഗിൽ. അമൃത ഷെർഗിൽ. കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഏത് വർഷത്തിലാണ് ജോൺ വാരൻ കർണാടകയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? ജോൺ വാരൻ കർണാടകയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ വർഷം 1804 ആണ്. 1804. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അളവ് കുറഞ്ഞു വരുന്ന വിഭവങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വർഷം ഏതാണ്? 2030 കൂടിയാണ്. 2030. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം 17. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം 17. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ട സ്ഥാപനം ഏത്? ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ട സ്ഥാപനം സെയിലാണ്. സെയിൽ. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ചത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി. കർണാടകയിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആരംഭിച്ചത് എന്ന്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആരംഭിച്ചത് എന്ന് 1923 1923. ടിസ്കോ ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? ടിസ്കോ സ്ഥാപിതമായത് 1907. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 1949.
ഇന്ത്യയിൽ നിലവിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനായി ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രധാന സൂചിക ഏതാണ്? ഇന്ത്യയിൽ നിലവിലെ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനായിട്ട് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന സൂചികയാണ് ഉപഭോക്തൃ വില സൂചിക, CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ പക്കലുള്ള അധിക തുക റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് ഏതു പേരിൽ അറിയപ്പെടുന്നു? റിവേഴ്സ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ നിക്ഷേപ തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇനി വാണിജ്യ ബാങ്കുകൾ അടിയന്തര ഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. ഇന്ത്യയിലെ ഓഹരി വിപണികളെയും മ്യൂച്വൽ ഫണ്ടുകളെയും നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഔദ്യോഗിക സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഓഹരി വിപണികളെയും മ്യൂച്വൽ ഫണ്ടുകളെയും നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഔദ്യോഗിക സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. കേരളത്തിൽ ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സ്ഥാപിതമായ വർഷം. KSFE സ്ഥാപിതമായ വർഷം 1969. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സംവിധാനം ഏതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സംവിധാനമാണ് സഹകരണ ബാങ്കുകൾ. കേരള ബാങ്കിന്റെ ആകെ ഓഹരി പങ്കാളിത്തത്തിൽ കേരള ഗവൺമെന്റിന്റെ വിഹിതം എത്ര ശതമാനമാണ്? കേരള ഗവൺമെന്റിന്റെ വിഹിതം 40%. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരെ എന്ന ഗാനം രചിച്ച ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് പ്രേംചന്ദ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് KK എളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. 1930 പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK എളപ്പനാണ്. പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK എളപ്പൻ. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതോ? കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് പട്ടം താണു പിള്ള. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർത്തത്? തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നീ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. കാസർഗോഡ്, ഹോസ്ദുർഗ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സിദ്ധു, കാനു. ഇവരെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പ്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ അനുഭവക്കുറിപ്പാണ്? നിലമ്പൂർ ആയിഷ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്.
തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പൊന്നൻ ലൂക്കോസ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞൻ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞയാണ് ഇ.കെ. ജാനകി അമ്മാൾ. ഇ.കെ. ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഇ.കെ. ജാനകി അമ്മാൾ. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്നത് രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ഇത് ആരുടെ വാക്കുകളാണ്? കേശവ് ചന്ദ്രസെൻ. കേശവ് ചന്ദ്രസെൻ. എന്താണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയുമെന്നത് ആരുടെ വാക്കുകളാണ്? കേശവ് ചന്ദ്രസെന്നിന്റെ വാക്കുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി.കെ. കാർവെയാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ 1916 ഡി.കെ. കാർവെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഡി.കെ. കാർവെ, മഹാരാഷ്ട്ര, 1916. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അയോഡിൻ 131 ആണ്. അയോഡിൻ 131. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം 1705. 1705. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ്. ഘർഷണ ബലം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ, നിരങ്ങൽ ഘർഷണം എന്നാണ് ഇവിടെ വരുന്നത്, നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര്. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. അവസാനത്തെ ചോദ്യം, തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.